ഹായ് ഗൈസ്, ഇപ്പോൾ നോർത്ത് കൊറിയയും ഇന്ത്യയുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് ആണ് നടന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം നമ്മൾ എടുത്തു നോക്കുക, എന്താണ് എല്ലാവരുടെ മനസ്സിലോട്ടും വരുന്നത്? അതായത് ജനങ്ങൾക്കൊന്നും തന്നെ ഒരു ഫ്രീഡം ഇല്ല, ചിരിക്കാൻ ഫ്രീഡം ഇല്ല, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. ഇത് എന്തുകൊണ്ടാണ്? മീഡിയസ് എല്ലാം തന്നെ അവിടുത്തെ നല്ല വശങ്ങളെല്ലാം മറച്ചുകൊണ്ട് അവിടുത്തെ ചീത്ത വശം മാത്രം നമ്മളെ കാണിക്കുന്നതുകൊണ്ടാണ്. പിന്നെ അത് അവിടെ കുറെ സത്യം ഉണ്ട് കേട്ടോ, അതായത് ഇങ്ങനെ ചിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊന്നും തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്റേണൽ മാറ്ററിലോട്ട് വരുന്നതല്ല, അത് നോർത്ത് കൊറിയൻ ജനങ്ങളും നോർത്ത് കൊറിയൻ പ്രസിഡന്റും കൂടെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള നോർത്ത് കൊറിയയുമായിട്ട് 2012 വരെ നമുക്ക് നല്ല രീതിയിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ട്രേഡ് ചെയ്യാറുള്ളൂ, 2-3 ബില്യണിലെല്ലാം തന്നെ നമ്മൾ അന്നത്തെ കാലം തന്നെ നമ്മൾ നല്ല രീതിയിൽ ട്രേഡ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന. പിന്നെ അവരൊരു മിസൈൽ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെല്ലാം സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുകയും അവരെ ഒതുക്കി വെച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ആ കാലഘട്ടം തൊട്ട് തന്നെ. അതുകൊണ്ട് നമ്മുടെ ട്രേഡും അവിടെ നിന്ന് പോയി. അതുപോലെ തന്നെ അവരുമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് അന്ന് നമുക്ക് നോർത്ത് കൊറിയയ്ക്കും ഇതുവരെ ഒരു പ്രശ്നവുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഈ സാങ്ഷൻസ് എല്ലാം ഇമ്പോസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല, അവർക്കും ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതുകൊണ്ട് ആ ഒരു ട്രേഡ് റിലേഷൻ അങ്ങനെ എല്ലാം തന്നെ സ്റ്റോപ്പ് ആകുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഡയറക്റ്റ് സൗത്ത് കൊറിയയിൽ പോയി അവിടെ നിന്ന് നോർത്ത് കൊറിയയിലോട്ട് പോയി കിം ജോങ് ഉനെ കാണുകയും സംസാരിക്കുകയെല്ലാം ചെയ്തത്. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം ഒരു അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ പോയി കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് ഇനി അടുത്തത് വരാൻ പോകുന്ന ആരാണ്? ട്രംപ് തന്നെയാണ്. അപ്പോൾ ട്രംപ് വരുന്നത് നോർത്ത് കൊറിയയ്ക്ക് എത്രയും നല്ലൊരു സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ഒരേ അമേരിക്കൻ പ്രസിഡന്റ് നോർത്ത് കൊറിയനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർത്ത് കൊറിയയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതേ ട്രംപ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ എംബസി അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എംബസി എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തതെന്ന് വെച്ചാൽ, 2020 ആ ഒരു സമയത്ത് കോവിഡ് പാൻഡമിക് വരികയും ആ ഒരു സമയത്ത് നമ്മൾ ലോകത്തിന് കംപ്ലീറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഈ എംബസികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്തില്ല. അതായത് പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ അത് വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു എഫോർട്ട് എടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ എംബസി റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ ഏറ്റവും ഫ്രണ്ട്ലി രാജ്യം എന്ന് പറയുന്നത് അത് റഷ്യയാണ്. എക്കാലം നമ്മൾ സോവിയറ്റ് യൂണിയനുമായിട്ട് നമുക്ക് നല്ല റിലേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സോവിയറ്റ് യൂണിയനും നോർത്ത് കൊറിയയുമായിട്ട് നല്ല റിലേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ, അതായത് നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ഈ നോർത്ത് കൊറിയ. അപ്പോൾ അവരുമായിട്ട് നമ്മൾ തള്ളി നിൽക്കുന്നത് ശരിയാണോ? അത് ശരിയല്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ഫ്രണ്ട്ലി റിലേഷൻ ഈ എംബസി തുറന്നതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മ്യൂച്വൽ കോപ്പറേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നോർത്ത് കൊറിയ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ടെക്നോളജി. അതായത് അവരെ ഇങ്ങനെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തുകൊണ്ട് തന്നെ അഡ്വാൻസ് ടെക്നോളജികൾ പല രാജ്യങ്ങൾക്കും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഡ്യൂക്കേഷനാണ്. അതിൽ നോർത്ത് കൊറിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടും താഴെ പോയിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ നമ്മുടെ ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ അതും അവർക്കൊരു നല്ലൊരു ബൂസ്റ്റ് ആവുമെന്ന് നല്ല രീതിയിൽ അവർക്കറിയാം. ഇതും അവർ എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് ഫുഡ് സെക്യൂരിറ്റി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2012 വരെ നമ്മൾ ഫുഡ് പ്രൊഡക്ട്സും അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ കയറ്റി അയച്ചുകൊണ്ടിരുന്ന. പക്ഷെ പിന്നീടുള്ള സാങ്ഷൻസ് കാരണമാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അവർക്ക് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സൗത്ത് കൊറിയയുമായിട്ട് അടിക്കടി പ്രശ്നം വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഫുഡ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അതായത് ഈ ഡെമോക്രസി അല്ല, സർവാധികാരമുള്ള രാജ്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും വരികയാണെങ്കിൽ അവിടുത്തെ സർവാധികാര ഭരണത്തിനെ എടുത്തു കളയാൻ അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വരും. മൂന്നാമത്തെ കാര്യം മെഡിക്കലാണ്. അതായത് ഇന്ന് ഇന്ത്യ പല രാജ്യങ്ങളിലോട്ടും നമ്മൾ ഫാർമസ്യൂട്ടിക്കലും അതുപോലെ തന്നെ മറ്റു പല മെഡിസിൻ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇന്ന് നോർത്ത് കൊറിയ നോക്കുകയാണെങ്കിൽ അതിലും അവർ താഴോട്ട് കിടക്കുകയാണ്. അതും അവർക്ക് വീണ്ടും, അതായത് ഇന്ത്യയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതും അവർക്കൊരു മേജർ അഡ്വാൻറ്റേജ് ആയി മാറും. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അതായത് ഡെമോക്രസി. അതെ, ഇന്ത്യ ഒരു ഡെമോക്രസി രാജ്യമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും പവർഫുൾ ആയി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഈ UNSC അങ്ങനെ എന്തെങ്കിലും വോട്ടെടുപ്പ് വരുമ്പോൾ നമ്മൾ ഇതുവരെ അവർക്ക് എതിരായിട്ടൊന്നും വോട്ട് ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ അബ്സ്റ്റൈൻ ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താതെ നിൽക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും അവർക്ക് അനുകൂലമായ ഒരു വോട്ട് തന്നില്ലെങ്കിലും ഇതേപോലെ തന്നെയുള്ള, അതായത് ഒരു നെഗറ്റീവും ഇല്ല, അതായത് പോസിറ്റീവും ഇല്ല, അബ്സ്റ്റൈൻ ചെയ്ത് നിൽക്കാൻ തന്നെ അവർ പരമാവധി ശ്രമിക്കും.
അവർക്ക് ഒരു ചെറിയൊരു സപ്പോർട്ടും കൂടെ കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയി മാറും എന്ന് അവർക്കറിയാം. ഇനി നോക്കുകയാണെങ്കിൽ ഇസ്രോ, അതായത് നമ്മുടെ ഇസ്രോയിൽ നിന്ന് റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അവരുടെ സാറ്റലൈറ്റും കൂടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നമുക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി അവരെ പ്രതീക്ഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ സാങ്ഷൻസ് കാരണം ഒരു രാജ്യങ്ങളും അവരുടെ റോക്കറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ അവർ തയ്യാറല്ല. ഒന്നെങ്കിൽ റഷ്യ വരണം അല്ലെങ്കിൽ ചൈന വരണം. റഷ്യ യുദ്ധം കാരണം ഇപ്പോൾ റോക്കറ്റ് എല്ലാം ലോഞ്ച് ചെയ്യുന്ന വളരെ രീതിയിൽ കുറച്ചിരിക്കുന്നു. ചൈനയാണെങ്കിൽ ചൈനയുടെ സ്വന്തം എക്യുപ്മെന്റ്സ് ആണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയന് ഇവിടെ പ്രിഫറൻസ് കൊടുക്കില്ല. അപ്പോൾ അവർക്ക് ഈ രണ്ട് രാജ്യങ്ങളും അല്ലാതെ മറ്റൊരു രാജ്യം അലയായി കിട്ടുകയാണെങ്കിൽ അത് ഇന്ത്യ ആണുള്ളത്. അതും അവർക്കൊരു മേജർ ബൂസ്റ്റായി അവർ കരുതുന്നു. പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനും അവർ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ എന്തൊക്കെയാണ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം ഈ മിസൈലുകളും അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ വെപ്പൺ എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്ത ഒരു മിസൈലിന്റെ ഒരു രീതിയിലുള്ള, അതായത് ഒരു വാർഹെഡിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഷാഹിൻ 3 എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ 2700 കിലോമീറ്ററോളം സഞ്ചരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ബലിസ്റ്റിക് മിസൈലിന്റെ അതായത് കംപ്ലീറ്റ് ഡിസൈനും ഈ നോർത്ത് കൊറിയയാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ട്രാൻസ്ഫർ ചെയ്തത്? അന്ന് ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയും അതായത് നോർത്ത് കൊറിയനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നോർത്ത് കൊറിയ ഈ ടെക്നോളജി എല്ലാം പാകിസ്ഥാന്റെ കൈവശം മാറുകയും ചെയ്യും. അത് ഇന്ത്യക്ക് ഒരു പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ ഇനിയെങ്കിലും പാകിസ്ഥാനിലോട്ട് ഇങ്ങനെയുള്ള അതായത് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നാമതായിട്ട് നോർത്ത് കൊറിയന്റെ അടുത്ത് പറയാൻ പറ്റും. ഇതുകൊണ്ട് നോർത്ത് കൊറിയയ്ക്കും പാകിസ്ഥാനെക്കാട്ടിലും മെച്ചം ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ സാധ്യതകളുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് അവരുടെ അമ്യുനേഷൻ ആണ്. അതായത് ഇപ്പോൾ റഷ്യ യുക്രൈൻ വാർ എടുത്ത് നോക്കുക. റഷ്യന്റെ അടുത്ത് അമ്യുനേഷൻ ഇല്ലാത്ത സമയത്ത് അവർ ഈ നോർത്ത് കൊറിയന്റെ അടുത്ത് നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് നാളെ നമുക്കൊരു യുദ്ധം വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യ ചൈന യുദ്ധം വരികയാണെങ്കിൽ, അതായത് ചൈന നോർത്ത് കൊറിയന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ അത്ര നല്ല റിലേഷൻ അല്ല. അതുകൊണ്ട് തന്നെ അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, നമ്മൾ നോർത്ത് കൊറിയയുമായിട്ട് നല്ല ടൈ വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ റഷ്യ എങ്ങനെ അമ്യുനേഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് സപ്ലൈ കിട്ടുകയാണെങ്കിൽ, അതായത് നോർത്ത് കൊറിയക്ക് വേറെ ആൾക്കാരെ വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു സെയിൽ ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടുകയാണെങ്കിൽ അവർ വിൽക്കാൻ റെഡിയാവും. അതുകൊണ്ട് എന്താണ്, നമുക്ക് ആ ഒരു രീതിയിലും അഡ്വാൻറ്റേജ് കിട്ടും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോഡ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയാണ്. കോഡ് എന്ന് പറയുന്ന സംഘടന റഷ്യക്കും ചൈനയ്ക്കും എല്ലാം ഇൻഡയറക്റ്റ് ത്രെട്ടായി വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു സമയത്ത് റഷ്യ, ചൈന, ഇറാൻ, നോർത്ത് കൊറിയ ഇങ്ങനെ ഇവർ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ സാധ്യതകളുണ്ട്. ഇതുകൊണ്ട് എന്താണ്, നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് കുറയാനും തുടങ്ങും. നമ്മൾ രണ്ടിന്റെ നടുക്ക് നിന്ന് പെടാൻ തുടങ്ങും. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, ഈ ഒരു അവസ്ഥയിലോട്ട് പോകരുത്. അതായത് നോർത്ത് കൊറിയ ഈ കോഡിനെ വലിയ ത്രെട്ട് ആയിട്ടാണ് കാണുന്നത്. അത് അവർക്കെതിരെയുള്ള ഒരു സംഘടനയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ അവിടെ നടക്കാനും പാടില്ല. ഒപ്പം നമ്മൾ നോർത്ത് കൊറിയയുമായിട്ട് ഒരു നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമോ ആ ഒരു സമയത്ത് ഇന്ത്യക്കെതിരെ ഒരു തീരുമാനം അതിൽ നടക്കാതിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ എംബസി വീണ്ടും തുറന്നിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള ബൈലാറ്ററൽ ടോക്സ് എല്ലാം നടക്കും. ഇപ്പോൾ എന്താണ് ഈ എംബസി തുറന്നതെന്ന് വെച്ചാൽ, അതായത് ജോ ബൈഡന്റെ പീരീഡ് കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ട്രംപ് വരികയാണെങ്കിൽ ട്രംപിന് നോർത്ത് കൊറിയയുമായിട്ട് വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കെതിരെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നുള്ള പേടിയും നമുക്കില്ല. പക്ഷെ ഒരു വർഷം മുമ്പൊക്കെയാണ് നമ്മൾ ഇത് ചെയ്തെങ്കിൽ നമുക്കെതിരെയും കുറെ സാങ്ഷൻസ് ഈ ജോ ബൈഡന്റെ പാർട്ടി ഇമ്പോസ് ചെയ്യാൻ സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കറക്റ്റാன ടൈമിൽ നമ്മൾ കയറി ഗോൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.